Hi guys, welcome to Hackfiles. It's me Astro from Hackfiles. സോ ഗൈസ്, അപ്പോൾ ലിനക്സ് ഫണ്ടമെന്റൽസിന്റെ പാർട്ട് 5 കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം വീഡിയോ ഇല്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ 8 വീഡിയോക്ക് ഒന്നും തീരെ റീച്ച് ഇല്ല. ഇന്നലെയാണ് 100ന്റെ മേലെ വീഡിയോസിന്റെ വ്യൂസ് വരും കയറുന്നത്. എന്നിട്ട് പോലും അതിന് കിട്ടിയ ലൈക്ക് വെറും 15ലും താഴെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പിന്നെ അത് പറയുമ്പോൾ ലിനക്സ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ലിനക്സ് ഫണ്ടമെന്റൽസ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് ഗൈസ്. നിങ്ങളുടെ റെസ്യൂമിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള വരാനുള്ളൊരു സംഭവമാണ് ഈ ഒരു ലിനക്സ് ഫണ്ടമെന്റൽസ് പഠിക്കുക എന്നുള്ളത്. എന്നിട്ട് പോലും ഒരുത്തരും വേണ്ട, എല്ലാവർക്കും CH ആണ് വേണ്ടത്. നേരെ വരുന്നു, ഒന്നും അറിയേണ്ട ആവശ്യമില്ല, CH എടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓലപ്പരൻ്റെ മേലെ വാർപ്പിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്കിൽ പോലും ഈ വീഡിയോസിനും കാണാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട്. കുറേ പേരല്ല, ഒരു 5-10 പേരെങ്കിലും ഈ വീഡിയോസ് നമ്മളത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, എനിവേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് കൂടുതൽ ഡീലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കോഴ്സിലെ തന്നെ ഒരു കോർ കൺസെപ്റ്റ് അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കാണണം എന്നാണ് പറയാനുള്ളത്. സ്കിപ്പ് ചെയ്ത് കാണാനുള്ളവരാണെങ്കിൽ വീഡിയോ ഒഴിവാക്കി പോകുന്നതാണ് ബെറ്റർ, അല്ലാതെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, മനസ്സിലാകാൻ മാത്രം അത്ര ടഫ് സംഭവം എന്നല്ല പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാകും. ഓക്കെ, എനിവേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് നേരെ ഇതിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ടെർമിനൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിപ്പോൾ വീണ്ടും പറയണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളൊരു ടെർമിനൽ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കലി എന്നൊരു യൂസറിലാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കലി എന്നൊരു യൂസറിലാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ എന്തൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൻഡോസിൻ്റെ മാതിരിയല്ല നമ്മൾ കലി ലിനക്സിൽ എന്താണ് നമ്മൾ കൂടുതൽ ടെർമിനൽ വഴിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ ഞാൻ ടെർമിനൽ എടുത്ത് എനിക്കിപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. അതായത് ഇപ്പോൾ കലി എന്നതിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയണമെങ്കിൽ എന്താണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഇവിടെ എന്തൊക്കെ ഉള്ളത് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് LS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഫയലാണ്. അപ്പോൾ ഓരോ കമാൻഡ്സ് ഒക്കെ ഫയലായിട്ടാണ് സേവ് ചെയ്ത്. എന്നിട്ട് നമ്മൾ അതിലോട്ട് പോയി ഓരോ കമാൻഡൊക്കെ നമ്മൾ പേരൊക്കെ മാറ്റി വേറെ ഒരു ഇതിലൊക്കെ ആക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടത്തിന് ആൾട്ടറൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കാണാത്തവർക്ക് അത് മിസ്സാവും. ഇത്ര പറയുന്നത്. അപ്പോൾ LS മീൻസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ എന്താണ് ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട് LS അടിച്ച സമയത്ത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ PWD അടിച്ചാൽ മതി. ഇപ്പോൾ PWD അടിച്ച് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വർക്കിംഗ് ഡയറക്ടറി. ഇപ്പോൾ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ടറിയാണ്, അതായത് അതിൻ്റെ പാത്താണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഹോം കലിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, കലി എന്നൊരു യൂസറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോമിൻ്റെ ഉള്ളിൽ യൂസേഴ്സിൻ്റെ എല്ലാം അതിലാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ PWD LS ഇപ്പോൾ നമ്മൾ 2 കമാൻഡ്സ് പഠിച്ചു. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒരു സാധനം ഇടുക, എന്നിട്ട് നമ്മൾ പഠിച്ച കമാൻഡ്സ് ഒക്കെ ഇവിടെ എഴുതിയേക്കാം. നമ്മൾ LS പഠിച്ചു ഫോർ ലിസ്റ്റിംഗ് ഐറ്റംസ്. ഓക്കെ, പിന്നെ പഠിച്ചത് PWD ഫോർ വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറണം. ഓക്കെ, എനിക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോകണം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഇതാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തണം, ഈ ഒരു ഡയറക്ടറിലോട്ട് എത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഗൈസ്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CD എന്നൊരു സംഭവമുണ്ട്, ചേഞ്ച് ഡയറക്ടറി എന്ന് പറയും. CDൻ്റെ ഫുൾ ഫോം ചേഞ്ച് ഡയറക്ടറി. CD സ്റ്റാൻഡ്സ് ഫോർ ചേഞ്ച് ഡയറക്ടറി. നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോകണം. ഇപ്പോൾ ഇവിടെ ഞാൻ CD അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഡെസ്ക്ടോപ്പ് എന്ന് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെൽസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ZSH ഷെല്ലാണ്. അപ്പോൾ ഓരോ ഷെല്ലിനും ഓരോ ഇതുണ്ടാകും. അപ്പോൾ ഈ 2021.2 വെർഷനിലാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡെസ്ക്ടോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരോ കീയിൽ റൈറ്റ് ആരോ കീ നെക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫില്ലാകും. അപ്പോൾ നമുക്ക് വളരെയധികം ഫാസ്റ്റ് ആക്കി യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഇത് ഷെല്ലിൻ്റെ അല്ല, ഇത് കലി ട്വീക്സ് ആണ് തോന്നുന്നുണ്ട്. ഓക്കെ, എനിക്ക് നേരിട്ട് അറിയില്ല. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു ഇതുണ്ടായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ആക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കീബോർഡിലെ റൈറ്റ് ആരോ നെക്കി കഴിഞ്ഞാൽ, റൈറ്റ് ആരോ എന്ന് പറയുമ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് മൂവ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന അതിലെ റൈറ്റ് ആരോ നെക്കി കഴിഞ്ഞാൽ ആ ഒരു അങ്ങനെ വന്ന സാധനം ഫുള്ള് ഫില്ലാകും. ഓക്കെ, ഇനി അല്ലെങ്കിൽ ആവാനുള്ള ഒരു സെറ്റപ്പാണ്
CD ഡെസ്ക് ഡി അടിച്ച് ഓക്കെ. എന്നിട്ട് നിങ്ങൾ ടാബ് അടിക്കുക. ടാബ് അടിച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഡി മുതൽ ഈ ഒരു ഇപ്പോൾ കളീൻ്റെ ഉള്ളിൽ ഡി മുതൽ തുടങ്ങുന്ന എന്തൊക്കെ ഡയറക്ടറീസ് ഉണ്ട് ഒക്കെ അവിടെ കാണിക്കും. ഓക്കെ, ഞാൻ ഡി അടിച്ച സമയത്ത് ഡി കൊണ്ട് തുടങ്ങുന്ന ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡൗൺലോഡ്സ് കിട്ടുന്നുണ്ട്. ഈ 3 കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ടാബ് വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്തായി ഡെസ്ക്ടോപ്പ് ഒന്ന് കംപ്ലീറ്റ് ആയി. കാരണം എന്താ വെച്ചാൽ കാണിച്ചു തരാം. ഡി അടിച്ചു, എന്നിട്ട് ഞാൻ അടിച്ച സമയത്ത് ഡി കൊണ്ടുള്ളത് വന്നു. അപ്പോൾ ഞാൻ DE അടിച്ച് കഴിഞ്ഞു. ഓക്കെ, DE അടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ രണ്ടാമതുള്ളത് നോക്കി O ആണ്. ഓക്കെ, ഉള്ളത് വേറെ ഏതുമില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ടെർമിനലിൽ മനസ്സിലായി. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് ഡെസ്ക്ടോപ്പാണ്. കാരണം വേറെ ഒരു ഫയൽ നെയിമിൽ വേറെ ഏതുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ടാബ് അടിച്ച സമയത്ത് ആ ഒരു സംഭവം ഫില്ലായി. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഫുള്ള് ഡെസ്ക്ടോപ്പ് ഇങ്ങനെ ഫുൾ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഷോർട്ട് മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടറി മാറി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിൽഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ കിടക്കുന്നത് സ്ലാഷ് ഡയറക്ടറിയിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവും നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. നമ്മൾ PWD അടിച്ച് നോക്കാം. കണ്ടോ, ഹോം കരി ഡെസ്ക്ടോപ്പ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. LS എന്ന് അടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഫോൾഡേഴ്സ് ഡയറക്ടറീസ് ഉണ്ട്. ഓക്കെ, ഈ 2 ഡയറക്ടറീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി അതിന് മുന്നേ ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിലെത്തി. ഇനി എനിക്കിതിൻ്റെ ബാക്കിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് CD ഡബിൾ ഡോട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സിംഗിൾ ഡോട്ട് യൂസ് ചെയ്യുന്നത്, സിംഗിൾ ഡോട്ട് മീൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഡയറക്ടർ, അതായത് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ്. ഈ ഡെസ്ക്ടോപ്പാണ് ഈ ഒരു സിംഗിൾ ഡോട്ട് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോട്ടും കൂടി ഇടുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് പുറകോട്ട് പോകും. ഓക്കെ, അതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പഴയ സ്ഥലത്ത് തന്നെ എത്തി, ഹോം കലിയിൽ തന്നെ എത്തി. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് ഇനി ഞാൻ CD O എന്നടിച്ച്. ഓക്കെ, O എന്നടിച്ചിട്ട് ഞാൻ ഇത് വെക്കാൻ പോവാണ്, ടാബ് വെക്കാൻ പോവാണ്. അപ്പോൾ 2 വന്നു. നേരത്തെ ഞാൻ നെക്കിയ സമയത്ത് കണ്ടോ, നെക്കിയ സമയത്ത് എന്താണ് അതങ്ങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. പക്ഷേ O നെക്കിയ സമയത്ത് എന്തുകൊണ്ട് കംപ്ലീറ്റ് ആയില്ല? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം O കൊണ്ട് 2 ഡയറക്ടറീസിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടെർമിനലിൽ കൺഫ്യൂഷനാണ് ഇത് ഏതാണെന്ന്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാണ് ഇതിൽ ഏതാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഞാൻ C എന്നടിച്ചിട്ട് ജസ്റ്റ് ടാബ് അടിച്ചാൽ മതി. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് വരും. ഇനിയിപ്പോൾ ഡൗൺലോഡ്സ് ആണ് വേണ്ടത് വെച്ചാൽ W എന്നടിച്ചിട്ട് ടാബ് അടിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഈ ഒരു ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹിസ്റ്ററിയിൽ, ടെർമിനലിൻ്റെ ഹിസ്റ്ററിയിൽ ലോഗിൽ ഇത് സേവ്ഡ് ആണ്. അതുകൊണ്ടാണ് അത് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ആൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റൈറ്റ് ആരോ യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിൽ ആവും. ഓക്കെ, അപ്പോൾ D കൊടുത്താൽ തന്നെ ഡെസ്ക്ടോപ്പ് കാണിക്കുന്നുണ്ട്, O കൊടുക്കുമ്പോൾ ഡൗൺലോഡ്സ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ അത് ഫിൽ ആവും. ഓക്കെ, അത് കാര്യം മനസ്സിലാക്കാതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് അടിച്ച് LS അടിച്ച്. ഓക്കെ, LS അടിച്ച സമയത്ത് നമുക്ക് ഇവിടുത്തെ 2 ഡയറക്ടറീസ് കാണാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ 2 ഡയറക്ടറീസ് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ LS-L അടിച്ചാൽ ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ലിസ്റ്റ് ആവും. ഓക്കെ, ബട്ട് ഇവിടുത്തെ 2 കാര്യങ്ങൾ നമ്മൾ ആയിട്ടില്ല, ലിസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് LS-LA. അപ്പോൾ LS-L അടിച്ചിട്ടും വന്നില്ല. അപ്പോൾ എന്താന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് കട്ട്സ് ഒന്നും നമുക്ക് LS കൊണ്ടൊന്നും അത് കാണിക്കില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ടെർമിനൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. ഓക്കെ, അത് എക്സിക്യൂട്ടബിൾ ആണ്. ഓക്കെ, എക്സിക്യൂട്ടബിൾ കാണിക്കില്ല എന്നല്ല, അപ്പോൾ ഷോർട്ട് കട്ട്സ് കാണിക്കില്ല, അതാണ് പറയാനുള്ളത്. പിന്നെ ഈ LS-L എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എല്ലാ ലിസ്റ്റ് ഓൾ എന്നാണ് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ LS-A. ഓക്കെ, അതും എന്താണ് ഹിഡൻ ആയിട്ടുള്ള എല്ലാം ഇതാക്കാനാണ്. ബട്ട് LS-L എന്ന് അടിച്ച് കഴിഞ്ഞാൽ എന്താണ് കുറച്ചും കൂടി നമുക്ക് ഇൻഫോർമേഷൻസ് ഉണ്ട്. അതായത് അതിൻ്റെ പെർമിഷൻസും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏത് യൂസറാണ് ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടൈം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഈ LS-Alps എന്നുള്ളത്. ഓക്കെ, LS-Alps എന്ന് അടിച്ച സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അക്കോർഡിംഗ് ടു LS-LA. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. എത്ര കാര്യങ്ങൾ നമുക്ക് LS-ൽ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു കറൻറ്റ് ഡയറക്ടറി ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിലുള്ളത് മാത്രം അറിയാനല്ല LS യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഡൗൺലോഡ്സിനുള്ളിൽ എന്താണുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് LS-Alps യൂസ് ചെയ്യുക, LS-A യൂസ് ചെയ്യാം, ഏത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് LS എന്ന് ഫസ്റ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് LS കലി
ഡൗൺലോഡ്സ്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. എപ്പോഴും എന്താണ് ഒരു ഡയറക്ടറിയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ പാത്ത് കൊടുക്കണം. പാത്ത് കൊടുക്കുക പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വരുന്നതാണ് ഹോം കലി. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് PWD അടിച്ച് കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ ഹോം കലി ഡെസ്ക്ടോപ്പ്. അതേപോലെ ഡൗൺലോഡ്സ് ആണെങ്കിൽ ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഭാഗത്ത് എന്തായിരിക്കും, ഡൗൺലോഡ്സ് ആയിരിക്കും. അപ്പോൾ അതേപോലെ അടിക്കുക LS ഹോം. ഓക്കെ, ഞാനിപ്പോൾ ഷിഫ്റ്റ് അടിച്ചപ്പോൾ 2 യൂസർ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 യൂസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ K അടിച്ചിട്ട് എന്താണ് ടാബ് അടിക്കുകയാണെങ്കിൽ കലി ഫുള്ളായി. അതാണ് ഇതിൻ്റെയൊക്കെ യൂസേജ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ വർക്ക് ഫ്ലോ ഒക്കെ ഇത്രക്കും ഫാസ്റ്റ് ആകും. ഓക്കെ, ഇനി പഠിക്കാനുള്ള ഡൗൺലോഡ്സ് ആണ്. ഇപ്പോൾ ഞാൻ D എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഡെസ്ക്ടോപ്പ് കുറേ വന്നത്. എനിക്ക് വേണ്ടത് O എന്ന് അടിക്കുകയാണ്. അപ്പോൾ 2 മാത്രം വന്നത്. ഞാൻ ഈ W എന്ന് അടിക്കുകയാണെങ്കിൽ നേരെ ഡൗൺലോഡ്സ് അത് ഫില്ലാവും. ഓക്കെ, കണ്ടോ ഞാൻ എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ LS എന്ന് അടിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ഡൗൺലോഡ്സ് എന്ന വർക്കിംഗ് ഡയറക്ടറിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കൂ. ഓക്കെ, അവിടെ നിന്നിട്ട് നമ്മൾ എന്താണ് ഡൗൺലോഡ്സിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇനി വേണമെങ്കിൽ അതാ ഇപ്പോൾ നമ്മൾ അടിച്ചത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ മുന്നേ അടിച്ച കമാൻഡ്സ് ഒന്നുകൂടി കിട്ടണമെങ്കിൽ നമ്മുടെ എന്താണ് ആരോ കീയിലുള്ള അപ്പ് ആരോ നോക്കിയാൽ മതി. അപ്പ് ആരോ ഡൗൺ ആരോ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ടും താഴോട്ടൊക്കെ നീക്കാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ പഴയ കമാൻഡ്സ് ഒന്നും കൂടി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് LS ഇതെടുത്ത് ഇനി ഞാനിവിടെ നേരത്തെ യൂസ് ചെയ്തെല്ലാം യൂസ് ചെയ്യും, -ലിസ്റ്റ്. ഓക്കെ, ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കിട്ടി. അതിൻ്റെ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആൾട്സ് ഒക്കെ യൂസ് ചെയ്യാം. കണ്ടോ, അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വരുന്നത്. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്ത്. ഇനി നിങ്ങൾക്ക് LSനെ കുറിച്ച് കുറേ ഉണ്ട്. ഓക്കെ, എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട വെച്ചാൽ man ls എന്ന് അടിച്ചാൽ മതി. ഏത് കമാൻഡ് ആണെങ്കിലും ഇതിൽ എന്തുണ്ടെങ്കിലും ലിനക്സിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ man സ്പേസ് അതിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മൊത്തമായിട്ട് അങ്ങ് വരും കേട്ടോ. അപ്പോൾ ഓരോ കമാൻഡ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് എന്തിനാണെന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അത് കൂടുതൽ LSനെ കുറിച്ച് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ LS പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഇതെന്താണ്, ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ LSൽ പഠിച്ചത് ബ്രാക്കറ്റിലിടാം. എന്തൊക്കെ പഠിച്ചു? LS -L പഠിച്ചു, LS -A പഠിച്ചു, LS -alts പഠിച്ചു. എന്താ പഠിച്ചേ? LS -L. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിച്ചതാണ് CD ചേഞ്ച് ഡയറക്ടറി. ഓക്കെ, അതിനെന്തൊക്കെ പഠിച്ചു? നമ്മൾ CD _ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഓക്കെ CD പഠിക്കാനുള്ളതാണ് അടുത്തത്. ഓക്കെ, ഞാൻ LS അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ എന്താണ് ലിനക്സ് ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ എന്താണ് ലിനക്സ് ബേസിക് ലെവൽ 1 by Hackfiles എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഞാൻ L അടിച്ച് ടാബ് അടിച്ച്. അപ്പോൾ ടാബ് അടിച്ച സമയത്ത് ഫസ്റ്റ് ലിനക്സ് ബേസിക്സ് ഓട്ടോമാറ്റിക്കലി ഫില്ലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടും ഒരുപോലെയാണ്. കണ്ടോ? ഓക്കെ, രണ്ടും ഒരുപോലെ എന്നല്ല. ഇപ്പോൾ നമ്മൾ സ്മാൾ ലെറ്റർ ഇതിൻ്റെ L ക്യാപിറ്റലാണ്, ഇതിൻ്റെ L സ്മാൾ ലെറ്റർ ആണ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്മാൾ ലെറ്റർ ആണ് അടിച്ച്. അപ്പോൾ സ്മാൾ ലെറ്ററിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് അടിച്ചു. അപ്പോൾ ഇത് ലിനക്സ് ബേസിക്സ് എന്ന് വന്ന് കണ്ടോ. ഞാനിപ്പോൾ എൻ്റർ അടിച്ച് നോ സച്ച് ഡയറക്ടറീസ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു ഇട്ട് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ട് എന്താണ് ടാബ് അടിച്ച സമയത്ത് എന്താണ് ഫുൾ അങ്ങ് വന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ ഇവിടെ അടിക്കുന്ന സമയത്ത് ഓരോന്ന് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഡയറക്ടറീസ് ആണ് വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങളിലൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിലോട്ട് വരാം. നമുക്ക് CD ഫസ്റ്റ് പഠിക്കാം. ഓക്കെ, ഞാനും അതിൻ്റെ ഉള്ളിലെത്തി. ഓക്കെ, ഞാൻ LS അടിച്ചു. അപ്പോൾ പാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ CD പാട്ട് വേണം. ഇനിയിപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു ഫയലും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് എന്താണ് ടാബ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, CD പാർട്ട് 2 പാർട്ട് 3. നിങ്ങൾ പാർട്ട് 3 ഫുൾ അടിച്ച് കഴിഞ്ഞാൽ എന്താണ് ഫുൾ ആ ഒരു ലോക്കൽ ഡയറക്ടറിൻ്റെ എൻഡിലോട്ട് എത്തും. അപ്പോൾ നമ്മൾ എൻഡിലോട്ട് എത്തി. ഇത്രയും ഡയറക്ടറി നമ്മൾ കടന്നുപോയി. ജസ്റ്റ് ടാബ് അടിച്ച് കണ്ട് ഇനി നമുക്ക് ഹോമിലോട്ട് എത്തണം. ഇതിൻ്റെ ഹോമിലോട്ട് CD എന്ന് അടിച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ നോക്കാം. നമുക്ക് CD എന്ന് അടിച്ച് ഇനി നമ്മൾ PWD അടിച്ച് കഴിഞ്ഞാൽ എന്താണ് പക്ക ഹോമിലോട്ട്, അതായത് ഡെസ്ക്ടോപ്പിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമ്മൾ പോയി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഹോം CD ഡെസ്ക്ടോപ്പ് അടിച്ചാൽ മതി. ഡെസ്ക്ടോപ്പിലെത്തി CD. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഷോക്ക് അടിക്കുന്നുണ്ടെന്ന് അറിയില്ല. എനിവേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, അത് എന്തായാലും ഉറപ്പാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇനി ഇവിടെ CD എന്ന് അടിച്ചിട്ട് എന്താണ് എല്ലാത്തിൻ്റെ ഉള്ളിലോട്ട് പോകാൻ.
ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, എനിക്ക് ഇനിയിപ്പോൾ മൊത്തമായിട്ട് അങ്ങ് നേരെ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് വീണ്ടും ഇപ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ അത് ഇങ്ങോട്ടാണ് പോകേണ്ടത്, അതായത് ഇതിൻ്റെ പാരൻറ്റ് ഡയറക്ടറിയിലോട്ട്. പാരൻറ്റ് ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു നെയിമാണ്. അതായത് ഇപ്പോൾ ഓക്കെ, പാരൻറ്റ് ഡയറക്ടറി എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ പാരൻറ്റ് ഡയറക്ടറി, അതായത് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് കണ്ട്. അപ്പോൾ ഇതിലോട്ട് എത്തണം. അപ്പോൾ അതിലോട്ട് എത്താനെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ CD ഒരു ഉണ്ട്, അത്ര മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായി, അതിൻ്റെ പാരൻറ്റ് ഡയറക്ടറിയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, പാരൻറ്റ് ഡയറക്ടറിലോട്ട് എത്തി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് സുഖമാണ്. മറ്റേത് നിങ്ങൾ CD നേരെ അടിക്കുമ്പോൾ അവിടെ എത്തും, പിന്നെ ഇങ്ങോട്ട് വീണ്ടും കയറി വരണം. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ പാരൻറ്റ് ഡയറക്ടറിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, CD തന്നെ CD, അതുപോലെ തന്നെ CD മൈനസ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു പാരൻറ്റ് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഒരു ഇതിൽ കുറേ ഇതുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രീ എന്നൊരു ഇതുണ്ട്, കമാൻഡ്. ട്രീ അടിച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ, ഡോട്ട് മീൻസ് ഈ ഒരു ഡയറക്ടറി, ഈ ഡയറക്ടറിൻ്റെ എന്താണ് സ്ട്രക്ചറാണ് കിട്ടേണ്ടതെങ്കിൽ ഡോട്ട് ഇടാം. നമ്മൾ ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഷെല്ലിൻ്റെ പ്രത്യേകതയാണ് കമാൻഡ് ട്രീ നോട്ട് ഫൗണ്ട്. നമ്മൾ എന്ത് കമാൻഡ് അടിച്ചാൽ ഫൗണ്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഡ്യൂ ആൻഡ് ഇൻസ്റ്റാൾ എന്ന് വരും. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ Y എന്ന് കൊടുത്തു. Y എന്ന് കൊടുത്താൽ അത് റൂട്ടിലാണ്, സുഡോ ആയിട്ടാണ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൊടുക്കാം. അത് ഓട്ടോമാറ്റിക്കലി അതുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ആവും. അതുണ്ട്, ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. അതാണ് ഇതിൻ്റെ ഒരു യൂസേജ്. കണ്ടോ, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇനി നമ്മൾ ട്രീ ഡോട്ട് അടിക്കുകയാണെങ്കിൽ ഗൈസ് കണ്ടോ, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ക്ലിയർ ചെയ്യാം. ട്രീ ഡോട്ട് അടിച്ച സമയത്ത് അതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടി. കണ്ടോ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിലുള്ള ഓരോ ഡയറക്ടറീസും എങ്ങനെയാണ് കിടക്കുന്നത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് 6 ഡയറക്ടറീസ് ഉണ്ട്, 0 ഫയൽസ്. കാരണം ഇതിൽ ഫയൽസ് ഇല്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പുറകോട്ട് ഇറങ്ങി. ഓക്കെ, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ്. ഇനി ഞാനിവിടെ ട്രീ ഡോട്ട് എന്ന് അടിക്കാം. ഓക്കെ, ട്രീ ഡോട്ട് അടിച്ച സമയത്ത് നമുക്ക് വലിയൊരു സ്ട്രക്ചർ കാണാൻ കഴിയും. ക്ലിയർ ചെയ്യാം. ട്രീ ഡോട്ട് എന്ന് അടിച്ച സമയത്ത് നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണുന്നുണ്ടാകും. ഒരു സ്ട്രക്ചർ ഉണ്ട്, അതായത് പഠിച്ച സമയത്ത് 2 ഡയറക്ടറീസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇത് ലിനക്സ് ബേസിക്സ് എന്ന് പറഞ്ഞ വേറൊരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, കണ്ടോ, ഈ ഒരു ഇതാണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 2 സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഫയൽ വേണം, അതിപ്പോൾ നമുക്ക് പേരറിയാം, അത് എവിടെയാണ് നോക്കാൻ വേണ്ടി എല്ലാത്തിനും കയറേണ്ട ആവശ്യമില്ല. ട്രീ ഡോട്ട് എന്ന് അടിക്കുക, അത്രയേ ഉള്ളൂ, സുഖമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താണ്, ടെർമിനൽ ആകുമ്പോൾ ഒരു സുഖം. അപ്പോൾ നമുക്ക് മറ്റേത് ഇങ്ങനെ ആകുമ്പോൾ പറ്റില്ല, GUI ആകുമ്പോൾ. പിന്നെ ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് കാര്യങ്ങളാണ്. ഇത് ഭയങ്കര രസമാണ് ലിനക്സ് പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കമാൻഡും കൂടി പഠിച്ചു, അതായത് ട്രീ എന്നതിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഡോട്ട് എന്ന്, ട്രീ എന്നാണ് കമാൻഡ് ശരിക്കും. ഈ ഡോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയാണ് അതിൻ്റെ പാത്താണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ട്രീ ഡോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ട്രീ ഡോട്ട് ഹോം കലി ഡൗൺലോഡ്സ്. ഓക്കെ, അപ്പോൾ കൊടുത്ത സമയത്ത് അവിടെ ഒരു ഡൗൺലോഡ്സിൽ എന്താണ് വർക്കിംഗ് ഡയറക്ടറീസ് ഇല്ല, അതുപോലെ തന്നെ 0 ഫയൽസ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടോ, സ്ലാഷ് എന്ന് അടിച്ച സമയത്ത് എന്താണ് ഒരു വലിയൊരു സാധനം ക്രിയേറ്റ് ആവുന്നുണ്ട്, വലിയൊരു ട്രീ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ എവിടെയാണ് കൊടുത്ത് എന്ന് ക്ലോസ് ചെയ്യാം, ഒന്നും കൂടി കാണിച്ചു തരാം. സിസ്റ്റം ഈസ് നോട്ട് ഹാക്കഡ് ഗൈസ്, സിസ്റ്റം ഹാക്കഡ് ആയതല്ലത്. ട്രീ സ്ലാഷ് എന്നടിക്കുന്ന സമയത്ത് എന്താണ് വരുന്നത് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണോ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലാണ് തോന്നുന്നു, നമ്മൾ ലിനക്സ് ഫയൽ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പ് ലെവൽ ഡയറക്ടറി എന്ന് പറഞ്ഞത്, ആ ഒരു ടോപ്പ് ലെവൽ ഡയറക്ടറീൻ്റെ ട്രീ ആണ് നമ്മളിവിടെ വിളിച്ചത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. ഞാൻ ഈ ഒരു സ്ലാഷാണ് വിളിച്ചത്. അതായത് ലിനക്സ് ഫയൽ സിസ്റ്റത്തിൻ്റെ അതായത് ടോപ്പ് ലെവൽ ഡയറക്ടറിയാണ് ഞാൻ വിളിച്ചത്. ആ സമയത്ത് എന്താണ് ഈ ഒരു മൊത്തം ഇതിൽ കുറേ ഡയറക്ടറീസ് ഫയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മൊത്തം ഇവിടെയാണ് ഡിസ്പ്ലേ ആവാൻ പോവുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഡോട്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ഡയറക്ടറിയാണ് മീൻ ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി വേറെ സ്ഥലത്തിൻ്റെ ട്രീ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നേരത്തെ നമ്മൾ LSൻ്റെ പറഞ്ഞ പോലെ LS നമ്മൾ സ്ലാഷ് ഹോം കലി ഡൗൺലോഡ്സ് എടുത്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെ എന്താണ് ഡൗൺലോഡ്സിൻ്റെ ഉള്ളിൽ എടുത്തത്. അതുപോലെ തന്നെ നമുക്ക് ട്രീ എന്ന് കൊടുത്ത് അതിൻ്റെ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് അതിൻ്റെ ട്രീ ഇവിടെ ക്രിയേറ്റ് ആകും. ഗൈസ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ട്രീ ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, സിസ്റ്റം നോട്ട് ഹാക്കഡ്. അപ്പോൾ നിങ്ങൾ സിസ്റ്റം ഹാക്കായി എന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, ഇത് കണ്ട് ആരും പേടിക്കരുത്. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് തോന്നുന്നില്ല, നിൽക്കുന്നില്ല ഗൈസ്. കാരണം നമ്മുടെ ലിനക്സിൻ്റെ ഫുൾ സ്ട്രക്ചറാണ് അവിടെ ക്രിയേറ്റ് ആകാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ ഒരു കാര്യം കവർ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ CD കവർ ചെയ്ത് LS കവർ ചെയ്ത്. ഓക്കെ, ഇനി അതിലോട്ട് പോകാം. മൂവിലോട്ട് പോകാം. അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നമുക്ക് LS അടിക്കാം. ലിനക്സ് ബേസിക്സിലോട്ട് പോകാം. ഓക്കെ, ലിനക്സ് ബേസിക്സിലോട്ട് പോയി CD ആസ്ട്ര. ഓക്കെ, ആസ്ട്രയിലോട്ട് പോകാം. ഓക്കെ, ഹാക്ക് ഫയൽസ്. ഓക്കെ, CD ഹാക്ക് ഫയൽസ് ഞാൻ LS അടിച്ചു. ഓക്കെ, LS അടിച്ച സമയത്ത് ഹാക്ക് ഫയൽസ് 2.0. ഓക്കെ, സിമ്പിൾ CD ഹാക്ക് ഫയൽസ് എന്താണ് സ്പേസ് അങ്ങനെയാണല്ലോ അവിടെ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ എടുക്കണം എന്നൊന്നും ചേട്ടാ, കോപ്പി ചെയ്താലും മതി. ഓക്കെ, ഇനി വേണമെങ്കിൽ കോപ്പി ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ. Ctrl+Shift+V കോപ്പി ചെയ്യാൻ, പേസ്റ്റ് ചെയ്യാൻ. കോപ്പി ചെയ്യാൻ Ctrl+Shift+C, പേസ്റ്റ് ചെയ്യാൻ Ctrl+Shift+V. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ടെർമിനലിലാവുന്ന സമയത്ത് ഷിഫ്റ്റ് കൂട്ടി അടിക്കുക. അല്ലാത്ത ബ്രൗസറിലൊക്കെ ആണെങ്കിൽ Ctrl+C Ctrl+V ഒക്കെയാണ്. നമുക്ക് ഇതിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ CD ഞാൻ നേരത്തെ കോപ്പി ചെയ്തിരിക്കണം, അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് എന്താണ് ഹാക്ക് ഫയൽ 2.0 അതേപോലെ ഇവിടെ പേസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റർ അടിച്ചു. ഓക്കെ, അവിടെ ഞാൻ LS അടിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് എത്തിയത് വെച്ചാൽ ആ മേലെ ഒരു സാധനം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എത്തിയത്. ഈ പഠിക്കുന്ന സമയത്ത് നോ ഫയൽസ് ഓഫ് ഡയറക്ടറിയാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുന്നേ നോക്കി. അതായത് ഓക്കെ, ഇപ്പോൾ LS അടിച്ച്. ഓക്കെ, ഹാക്ക് ഫയൽസിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സിംഗിൾ കോഡ്സ് ഇല്ല. എന്തുകൊണ്ട്? ഓക്കെ, ആ കാര്യം ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഹാക്ക് ഫയൽസിന് ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് കോഡ്സ് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ലിനക്സിൽ ചുമ്മാ അങ്ങ് സ്പേസ് ഇടാനൊന്നും പാടില്ല. സ്പേസ് ഇടാൻ പാടില്ല എന്നല്ല, സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ സാധാ നമ്മൾ ഫയലിൻ്റെ നെയിം വിളിക്കുന്ന മാതിരി വിളിച്ചാൽ കിട്ടില്ല. അതാണ് ഇപ്പോൾ ഞാനിവിടെ CD ഇത് കൊടുത്ത സമയത്ത് വരാത്തത്. ഓക്കെ, അപ്പോൾ ലൈൻ സ്പേസ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ എന്താണ് എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സിംഗിൾ കോഡ്സ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ കോഡ്സ് ഇട്ട് കാണും വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ളത് പറയുമ്പോൾ നമുക്കിപ്പോൾ ഹാക്ക് ഫയൽസ് 2.0 എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ടാബ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ടാബ് കൊടുക്കുന്ന സമയത്ത് നോക്കൂ ഗൈസ്. ഞാൻ ടാബ് കൊടുക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഒരു ഇത് വരുന്നുണ്ടോ, ഒരു / വരുന്നുണ്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ സ്പേസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു കാര്യം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പേര് കൊടുക്കുകയാണെങ്കിൽ CD ഹാക്ക് ഫയൽസ് കൊടുക്കുക. എന്നിട്ടൊരു എന്താണ് // ഇടുക. // ഇട്ടാൽ മാത്രം പോരാ, എന്നിട്ട് വേണം സ്പേസ് ഇടാൻ. ഇപ്പം ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ ഗൈസ്. ഈ ഒരു സ്പേസ് ഇടണമെങ്കിൽ ഒരു // ഇട്ടതിന് ശേഷം സ്പേസ് ഇടാം. ഞാൻ സ്പേസ് ഇട്ടു. ഇപ്പോൾ കറക്റ്റായി. ഇനി 2.0 എന്ന് അടിച്ചു കഴിഞ്ഞാൽ 0 എന്ന് അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് എത്തി. നേരെ മറിച്ച് ഇപ്പോൾ ഈ ഒരു സാധനം ഇല്ലാതെ നമ്മൾ സ്പേസ് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ ഗൈസ് നോ ഫയൽസ് ഓഫ് ഡയറക്ടറി ഗൈസ് സിസ്റ്റം ഈസ് ഹാക്കഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് CD ഹാക്ക് ഫയൽസിൻ്റെ മുന്നേ ഇവിടെ ഒരു // ഇട്ടിട്ട് ഒരു സ്പേസ് കൊടുക്കുക. അപ്പോൾ ഒരു സ്പേസ് ആൾറെഡി ഉണ്ട്. 2 സ്പേസ് ഇട്ട് കൊടുത്താൽ ഈ സീൻ വരും. അപ്പോൾ ഒരു സ്പേസ് മാത്രം ഇടാം, 2 എടുക്കുക. ഓക്കെ, എന്നിട്ട് വരുന്നില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാക്ക് ഫയൽസിൻ്റെ ഡയറക്ടറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്ന ഗൈസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനാണ് നമ്മൾ ഈ ഒരു വർക്കിംഗ് ഡയറക്ടറിൻ്റെ കാര്യം പറഞ്ഞു തന്നത് ഗൈസ്. അപ്പോൾ ഇത് നോക്കൂ, ഹാക്ക് ഫയൽസ് 2.0 നമ്മളിപ്പോൾ ആൾറെഡി അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് PWD നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ച PWD നോക്കാം. അപ്പോൾ നോക്കൂ ഗൈസ്, നമ്മൾ ഹാക്ക് ഫയൽസ് 2.0 ഉള്ളിലാണ്. പിന്നെയും ഗൈസ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ CD ഹാക്ക് ഫയൽസ് 2.0 എന്ന് അടിച്ചാൽ വരുമോ? ഇല്ല.
പിന്നെ എന്താണ് നിങ്ങൾ പറയാത്ത ഗൈസ്? നിങ്ങൾ പറയൂ. അപ്പോൾ നമ്മൾ അതിനുള്ളിലെത്തി. ഇനി എല്ലാം ശ്രദ്ധിച്ചു. അപ്പോൾ വീണ്ടും ഗൈസ് സ്പേസിലൊരു സീൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് കൊടുക്കുന്നു? CD hack files. എന്താണ് ടാബ് അടിച്ചാലും മതി. അപ്പോൾ ടാബ് അടിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ളിലെത്തി. ഓക്കെ, പൊളി. ഇനി CD hack files ഷോർട്സ്. ഓക്കെ, ഇനി എവിടെയാണുള്ളത്? ഇനി എന്താണുള്ളത്? നമുക്ക് വേണമെങ്കിൽ ട്രീ എന്ന് കൊടുക്കാം. ഇനി ഇല്ല. ഓക്കെ, അപ്പോൾ എൻഡ് ഓഫ് ദ ഫയൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ലിനക്സ് ഇതിൽ എഴുതാം. എന്താണ് സ്പേസ് ഓർ ഇൻഡൻറ്റ്. ഇൻഡൻറ്റ് മീൻസ് സ്പേസിന് തന്നെ യൂസ് ചെയ്യുന്നത്. സ്പേസ് ഓർ ഇൻഡൻറ്റ് ഓൺ ഫയൽ നെയിം ഓർ ഡയറക്ടറീസ്. ഈ ഡയറക്ടറീസ് മീൻസ് ചെയ്യുന്നത് ഫോൾഡേഴ്സ് എന്നാണ്. ഫോൾഡർ അല്ലെങ്കിൽ ഡയറക്ടറി. ഓക്കെ, ആണെങ്കിൽ ഫോൾഡേഴ്സ് എഴുതാം. ഓക്കെ, ഫയൽ നെയിമിലൊക്കെ വന്നാലും ഇതുപോലെ തന്നെയാണ്. ഈ ഒരു സംഭവം ഡയറക്ടറീസിന് മാത്രമല്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ മൂവ്, അതുപോലെ തന്നെ കോപ്പി എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ LS അടിക്കാം. ഓക്കെ, അപ്പോൾ ലിനക്സ് ബേസിക്സും 2 ഫോൾഡേഴ്സ് കാണാം. അപ്പോൾ നമുക്ക് മൂവ് ചെയ്ത് കളിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലിനക്സ് ബേസിക് എന്നൊരു ഫോൾഡർ നമുക്ക് എന്താണ് ലിനക്സ് ബേസിക്സിൻ്റെ ഉള്ളിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൂവ് ലിനക്സ് ബേസിക്സ്. ഓക്കെ, ഇത് ഇനി മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പാത്ത് കൊടുക്കണം. ഓക്കെ, പാത്ത് കൊടുക്കാൻ വേണ്ടി ഹോം കലി എന്താണ് ഹോം കലി ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഡെസ്ക്ടോപ്പിലാണ്. പിന്നെ അതുപോലെ തന്നെ ലിനക്സ് ബേസിക്സ് ലെവൽ 1. ഓക്കെ, ഇതിലോട്ട് നമ്മൾ മൂവ് ചെയ്ത്. ഓക്കെ, LS അടിക്കുന്ന സമയത്ത് ആ ഫോൾഡർ ഇവിടെ കാണുന്നില്ല, അത് മൂവ് ആയി. ഓക്കെ, നമുക്ക് മനസ്സിലായോ? അപ്പോൾ LS അടിക്കുന്ന സമയത്ത് അവിടെ കാണുന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ LS അടിക്കുന്ന സമയത്ത് കാണാൻ കഴിയും നമുക്ക് ഇവിടെ 2 ഫോൾഡർ കാണാൻ കഴിയുക. ലിനക്സ് ബേസിക്സ് പുറത്തുള്ളത് ഇങ്ങോട്ട് മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൂവ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഏതാണോ മൂവ് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പാത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൂവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ LS അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലിനക്സ് ബേസിക് എന്നത് നേരത്തെ ഉള്ള സ്ഥലത്തേക്ക് തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CP-R യൂസ് ചെയ്യണം. കാരണം ഇതൊരു ഫയലല്ല. മേ ബി ഇപ്പോൾ ഒരു ഫയലാവുന്ന സമയത്ത് നമ്മൾ CP പിന്നെ ഫയൽ നെയിം പാത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതൊരു ഫോൾഡർ, അതായത് ഒരു ഡയറക്ടറി ആയതുകൊണ്ട് -R യൂസ് ചെയ്യണം നമുക്കിവിടെ. ഓക്കെ, നമുക്ക് ലിനക്സ് ബേസിക്സ് ഇവിടേക്ക് മൂവ് ചെയ്യേണ്ടത് ഹോമിൽ കലി ഡെസ്ക്ടോപ്പ്. ഓക്കെ, അപ്പോൾ അത് മൂവായി. മൂവല്ല, കോപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ കോപ്പിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോവില്ല. ഓക്കെ, ഇവിടുന്ന് പോവില്ല, ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് അടിച്ച് കഴിഞ്ഞ് LS അടിച്ച് കഴിഞ്ഞാൽ ഗൈസ് അപ്പോൾ ഇവിടെ ആ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പൊളി. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടി അതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ലിനക്സ് ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു ഫയൽ ഉണ്ടാക്കാം. ഓക്കെ, അതിന് മുന്നേ ഞാൻ മൂവ് ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം. ഓക്കെ, മൂവ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് മൂവ് ചെയ്യാന്ന് വെച്ചാൽ അവിടുന്നായിരുന്നു, അതായത് ഡെസ്ക്ടോപ്പിൽ നിന്ന് നേരെ ഇതിലോട്ടാണ് മൂവ് ചെയ്ത്. ഇനി നമുക്ക് അത് ഒരു ഡയറക്ടറി, നമുക്ക് എത്ര ഡയറക്ടറി ആണെങ്കിലും, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ $3 നടിക്കാം. ഓക്കെ, ട്രീ ഡോട്ട് അടിക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഡയറക്ടറി. ഓക്കെ, ഇതിൻ്റെ എൻഡ് എന്നൊരു ഫോൾഡർ ഉണ്ട്, നമുക്ക് അതിലോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ട്രീ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. മൂവ് ലിനക്സ് ബേസിക്സ്. ഓക്കെ, ലിനക്സ് ബേസിക്സ് എന്ന് കൊടുക്കുന്നത് നമുക്ക് അതാണ് മൂവ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് മൂവ് ലിനക്സ് ബേസിക്സ്. ഓക്കെ, മൂവ് ലിനക്സ് ബേസിക്സ് എന്ന് കൊടുത്തിട്ട് ഓക്കെ ഹോം ലിനക്സ്. ഓക്കെ, ഇത് തന്നെ ഇത് കൊടുക്കുക. ഇത്രയാണ് വേണ്ടത്. ഇനി വേണ്ടത് വെച്ചാൽ പാർട്ട് 1 കാണി നമുക്ക് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പാർട്ട് 1. ഇനി ഇങ്ങനെ ടാബ് അടിച്ചാൽ മതി, കാരണം ഇനി വേറെ ഫോൾഡേഴ്സ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് ടാബ് അടിച്ചാൽ അങ്ങനെ പോകുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റർ അടിച്ചു. LS അടിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നില്ല. ഓക്കെ, അത് പോയി. ഇനി നമുക്ക് വേണമെങ്കിൽ അതിലോട്ടൊന്ന് നമുക്ക് പോയി നോക്കാം. ഓക്കെ,
CD പാർട്ട് 1 ആണ്. CD പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 3 എൻഡിലോട്ട് എത്തി. ഇവിടെ LS അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലിനക്സ് ബേസിക്സ് കാണാൻ കഴിയും. ഓക്കെ, സെറ്റ്. ഇപ്പോൾ നമ്മളത് മൂവ് ചെയ്ത് ഇത്രയും ഇതിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ഓക്കെ, നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് എന്താണ് പാരൻറ്റ് ഡയറക്ടറിലോട്ട് വന്നത്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഗൈസ് ഞാൻ നിങ്ങളോട് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുകയാണ് ഏതെന്ന് വെച്ചാൽ നമ്മുടെ ബാൻഡ് എടുത്ത് ചലഞ്ച് ചെയ്യുക. നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒരു ലൈവായിട്ട് തന്നെ നമ്മളതിൻ്റെ എന്താണ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു CTF ചലഞ്ച് പോലെയാണ്. ബേസിക് കമാൻഡ്സ് ഒക്കെ പഠിക്കാൻ ബിഗിനേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 മണിക്കൂറുണ്ട്. ഓക്കെ, നമ്മൾ 16 ലെവലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 32 ഇനി ബാക്കിയുള്ളത് ഒറ്റ ലൈവിൽ തന്നെ നമ്മളൊന്ന് തീർക്കുന്നതാണ്. ലൈവായിട്ട് ഇപ്പോൾ എടുത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. വളരെയധികം യൂസ്ഫുള്ളാണ്. ഓക്കെ, ബിഗിനേഴ്സിന് ബേസിക് കമാൻഡ്സ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ, ലിനക്സ് ഫണ്ടമെൻ്റൽസ് പഠിക്കാൻ വളരെയധികം യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടച്ച് astra.txt എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് LS അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയൽ കാണും. ഓക്കെ, ഇനി നമുക്ക് ട്രീ ഡോട്ട് അടിക്കുകയാണെങ്കിൽ കണ്ടോ, ട്രീ ഡോട്ട് അടിക്കുന്ന സമയത്ത് 12 directories and 1 file കണ്ടോ, ഇതൊരു ഫയലാണ്. ഓക്കെ, ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചു? ഇപ്പോൾ ടച്ച് പഠിച്ചു. ടച്ചിൻ്റെ മുന്നേ നമ്മളെന്താ പഠിച്ചത്? മൂവ് പഠിച്ചു. അതുപോലെ തന്നെ CP പഠിച്ചു. CP തന്നെ നമ്മൾ ഫോൾഡേഴ്സ് ആണെങ്കിൽ എന്താണ് CP -R, ഫോൾഡേഴ്സിന് CP -R യൂസ് ചെയ്തു. ഓക്കെ, എത്ര കാര്യങ്ങൾ പഠിച്ച്. പിന്നെ അതുപോലെ തന്നെ എന്താ ഇപ്പോൾ പഠിച്ചത്? ടച്ച് പഠിച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നൈസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു CP -R ആണ് ഫോൾഡർ. അത് ഫോൾഡർ ആയതുകൊണ്ടാണ് CP -R യൂസ് ചെയ്യുന്നത് പറഞ്ഞ്. അപ്പോൾ സാധാ ഒരു ഫയലാണെങ്കിൽ CP മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കാം. CP astra.txt എന്താണ് ഹോം കലി ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ഉണ്ട്. നമ്മളിതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ കണ്ടോ astra.txt ഇവിടെ ഉണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? നേരത്തെ നമ്മൾ -R യൂസ് ചെയ്യേണ്ടി വന്നു. എന്തായതുകൊണ്ട് അതൊരു ഇതായതുകൊണ്ട് അതൊരു ഫോൾഡർ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ CP -R യൂസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇനി ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ പഠിച്ചു. ഇനി എന്താ വെച്ചാൽ നമുക്ക് ഇതേമാതിരി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് mkdir എന്നാണ് യൂസ് ചെയ്യുന്നത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുമ്പോൾ മേക്ക് ഡയറക്ടറി. ഓക്കെ, അതാണ് mkdirൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുമ്പോൾ. അത് സ്റ്റാൻഡ്സ് ഫോർ മേക്ക് ഡയറക്ടറി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ പേര് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ആസ്ട്ര എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, LS അടിക്കുന്ന സമയത്ത് ഒരു ഫോൾഡറായി. ഫോൾഡറിൻ്റെ കളർ നിങ്ങൾ നോക്കാം. കണ്ടോ, ഫോൾഡർ ആവുന്ന സമയത്ത് കണ്ടോ വേറൊരു കളറാണ്, ബ്ലൂ കളറാണ്. ഫയലിന് നോക്കൂ, സാധാ വൈറ്റ് കളറാണ്. ആ ഒരു കാര്യം അങ്ങനെ നമുക്ക് ഫയലാണോ ഫോൾഡറാണോ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ട്രീ ഡോട്ട് എന്ന് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു ഡയറക്ടറിയും കൂടി കൂടിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഒരു ഫയലായി. ഓക്കെ, അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ LS അടിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഫോൾഡേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ സബ് ഫോൾഡേഴ്സ് ഉണ്ട്. ട്രീ ഡോട്ട് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ഉണ്ട്. ഇതേപോലെ ഇതിപ്പോൾ ഉണ്ടാക്കൽ ടഫല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ടഫാണ്? അതുപോലെ തന്നെ ടഫല്ല, കുറേ ടൈം കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാകും. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോവുക, എന്നിട്ട് mkdir, എന്നിട്ട് അടുത്ത പേരടിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോവുക, അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട് എത്ര ഫോൾഡേഴ്സ് നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കുക, ഒറ്റ സെക്കൻഡ് മാത്രം മതി. അതാണ് ഒരു ലിനക്സിൻ്റെ ടെർമിനലിലൂടെ യൂസ് ചെയ്യുമ്പോൾ ഒരു യൂസേജ് എന്ന് പറയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ mkdir -p ഈ ഒരു p എന്നൊരു കമാൻഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എത്രയും പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ CD ലിനക്സ് ബേസിക്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് ഇറങ്ങുക, എന്നാൽ സുഖമായിട്ട് മനസ്സിലാകും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക്
ആർ എം സ്റ്റാർ എന്ന് കൊടുക്കാം. ഓക്കെ, റിമൂവിൻ്റെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ അല്ലേ. ഇപ്പോൾ നമുക്കൊരു ഫയൽ റിമൂവ് ചെയ്യാനാണെങ്കിൽ rm_astra.txt യൂസ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ls അടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഫയൽ പോയി. ഇനിയിപ്പോൾ എന്താണ് ഒരു ഫോൾഡർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ rm-rf എന്ന് കൊടുക്കുക, എന്നിട്ട് ഓരോന്നും കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഒറ്റൊന്ന് മാത്രമുള്ളെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് രണ്ടെണ്ണമൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്പേസ് ഇട്ടിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ പോകും. ഓക്കെ, കണ്ടോ, സീനില്ല. ഓക്കെ, ആ ഒരു ഫയൽ പോയി. ഇപ്പോൾ നമ്മൾ ആർമ് പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ ഇതും പഠിച്ചു. ഇനി നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാം, mkdir astra. ഒരു കാര്യം കൂടി കാണിച്ചു തരാം, mkdir files, mkdir sudo mkdir green hat. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടിച്ച്. ഓക്കെ, ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാനാണ്. ഇപ്പോൾ ഇത് മൊത്തം നമുക്ക് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വിൻഡോസിലൊക്കെ ആണെങ്കിൽ നേരെ ഫുള്ളൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒറ്റ റിമൂവ് ചെയ്താൽ മതി. ബട്ട് എങ്ങനെ ടെർമിനലിൽ ചെയ്യും? സിമ്പിളാണ്. rm-rf ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. ഈ സ്റ്റാർ ലിനക്സിലാണെങ്കിലും ഇതിലാണെങ്കിലും ഈ സ്റ്റാർ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഓൾ, എല്ലാത്തിനും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ടോ ഷുവർ, ഇതാ കണ്ടോ ZSH എല്ലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ കണ്ടപ്പോൾ ZSH എന്ന് വന്നിട്ടുണ്ടോ, ZSH എല്ലായതുകൊണ്ട് ഷുവർ വാണ്ട് ടു ഡിലീറ്റ് ഓൾ 4 ഫയൽസ് ഇൻ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു വാർണിംഗ് ആയിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്, എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫയൽസും റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ എന്ന് കൊടുത്തു. ഇനി ഗൈസ് നോക്കൂ, എല്ലാം പോയിട്ടുണ്ട്, പൊളിയല്ലേ. ഓക്കെ, അപ്പോൾ rm റിമൂവിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾഡേഴ്സ് കുറേ എങ്ങനെ ഉണ്ടാക്കും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. mkdir -p എന്ന് കൊടുക്കാം, എന്നിട്ട് എവിടെയാണോ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അവിടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് ഉണ്ടാക്കേണ്ടത്. ഹോം കലി ഡെസ്ക്ടോപ്പ് എന്താണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇനി എങ്ങനെ ഉണ്ടാക്കാം? ഓക്കെ, Astra cannot create a permission. ഓക്കെ sudo കൊടുത്തു നോക്കാം. ഓക്കെ, അത് കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ വേറൊരു ഫോൾഡറും കൂടി കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്ത മാതിരി ഇങ്ങനെ നീട്ടി കൊടുക്കണം എന്നൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്ത എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പാത്ത് കൊടുക്കേണ്ടത് മനസ്സിലാക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഡെസ്ക്ടോപ്പ് അല്ല, ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഡൗൺലോഡ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് കൊടുക്കാനാണെങ്കിൽ നിങ്ങളെങ്ങനെ കൊടുക്കേണ്ടത്? അതിൻ്റെ ഉള്ളിൽ ഫോൾഡർ ഉണ്ടാക്കാനാണെങ്കിൽ mkdir -p, അങ്ങനെയാണെങ്കിൽ ഹോം കലി ഡെസ്ക്ടോപ്പ് അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അങ്ങനെ പേരിങ്ങനെ കൊടുത്താൽ മതി, അങ്ങനെ ഉണ്ടാക്കിക്കോളും. ഓക്കെ, ബട്ട് നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ ഈ കറണ്ട് ഡയറക്ടറിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡൗൺലോഡ്സിലോട്ടൊന്ന് പോയി നോക്കാം, അങ്ങനെ പറ്റുമോ. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിലാണ് നിൽക്കുന്നത്. നമുക്ക് ഹോം ഡയറക്ടറിയിൽ ഒരു ഫോൾഡേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം, മൾട്ടിപ്പിൾ ആയിട്ട്. ഹോം കലി ഡൗൺലോഡ്സ് ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഫോൾഡേഴ്സ് ഉണ്ടാക്കാം. എന്താ പേര് കൊടുക്കുക? കലി ലിനക്സ് പാരറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചൊക്കെ വർക്കാവുമോ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകണ്ട, അല്ലാതെ തന്നെ നമുക്ക് CD ls ഹോം ഡൗൺലോഡ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, കൊടുക്കുന്ന സമയത്ത് അവിടെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ
ഓക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ എവിടെ നിന്നിട്ടും വേണമെങ്കിൽ എന്താണ് ഫോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ അത് കറക്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കണം, അതായത് ഹോം കലി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഡയറക്ടറിയിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ഡയറക്ടറിയിലാകുമ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതുണ്ടാക്കാം. mkdir -p hack files parrot kali linux astra black arc സ്പെല്ലിംഗ് ആയിട്ടുണ്ട്, സീനാക്കണ്ട. ബ്ലാക്ക് ആർക്ക്, ബാക്ക് ബോക്സ്, പിന്നെന്താ ഓക്കെ, പിന്നെ ബ്ലാ ബ്ലാ ബ്ലാ. സബ്സ്ക്രൈബ്, ലൈക്ക് എൻഡ്. ഓക്കെ, കനോട്ട് ഡയറക്റ്റ് മേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ സാധാ യൂസറായിട്ടാണ് നമുക്ക് സുഡോ യൂസ് ചെയ്യാം. ഓക്കെ, സുഡോ യൂസ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഓക്കെ ഗൈസ്, അത് ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഒരു സ്ലാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എന്താണ് അത് മീൻ ചെയ്യുന്നത്, ഈ ഒരു പാത്തിനെയാണ് എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇത് വരാഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് മേ ബി ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക റൂട്ടിലായിരിക്കും, ടോപ്പ് ലെവൽ ഡയറക്ടറിൻ്റെ ഉള്ളിലായിരിക്കും ഈ സാധനം ഉണ്ടായിട്ടുണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു, ഞാൻ LS എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇത് റിമൂവ് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഇറർ വരുത്തുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി തരാനാണ്. ഓക്കെ, ഇനിയിപ്പോൾ മേ ബി ഇത് നമ്മുടെ റൂട്ടിൽ ഭാഗത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ മേ ബി ഉണ്ടാകും. കണ്ടോ ഗൈസ്, ഹാക്ക് ഫയൽസ് എന്ന് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. CD ഹാക്ക് ഫയൽസ് എന്ന് കൊടുക്കാം. 3 ഡോട്ട് എന്ന് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ കീരി നോക്കേണ്ട ആവശ്യം. കണ്ടോ 3 ഡോട്ട് അടിച്ചപ്പോൾ അതിൽ വന്ന് കണ്ടോ. നമ്മൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നമ്മളെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണണം. ഓക്കെ, അതിനാണ് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായി ഇത് മീൻ ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് ലെവൽ ഡയറക്ടറിയാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്താൽ അവിടെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫോൾഡേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ഫയൽ നെയിം കൊടുക്കുക, കാരണം അത് മീൻ ചെയ്യുന്ന സമയത്ത് അത് പാത്താണ് എന്നാണ് വിചാരിക്കുക നമ്മുടെ ഷെല്ല്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു കിഡിലൻ എന്താണ് ഇത് ഉണ്ടാക്കലൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു, ടച്ചും പഠിച്ചു, അതുപോലെ തന്നെ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇതിൽ എഴുതാം. ഓക്കെ, ടച്ച് കഴിഞ്ഞു, mkdir, പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ പഠിച്ചത് RM, പിന്നെ അതുപോലെ തന്നെ RM - RF പഠിച്ചു നമ്മൾ. പിന്നെ അതിൽ RM സ്റ്റാർ പഠിച്ച്. ഇപ്പോൾ RM ആണെങ്കിൽ എന്തിനാണ് RM യൂസ് ചെയ്യുന്നത്, ഫയലാണെങ്കിൽ. ഓക്കെ, രണ്ട് യൂസ് ചെയ്ത് ഇറർ വരില്ല. പക്ഷേ നമുക്ക് RM യൂസ് ചെയ്തിട്ട് ഡയറക്ടറി റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഫയൽ നമുക്ക് വേണമെങ്കിൽ രണ്ടും യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഫോൾഡർ ഓർ ഡയറക്ടറീസ്. RM സ്റ്റാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു റിമൂവ് ഓൾ ഫയൽ ആൻഡ് ഡയറക്ടറി. ഓക്കെ, അപ്പോൾ ടച്ചും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ mkdirൽ നമ്മൾ പഠിച്ചതാണ് mkdir -p. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് വെച്ചാൽ നമുക്ക് നാനോ എഡിറ്റർ എങ്ങനെ യൂസ് ചെയ്യുക കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫയൽ എഡിറ്റ് ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹാക്ക് ഫയൽസിൻ്റെ ഉള്ളിലോട്ട് കയറാം. CD ഹാക്ക് ഫയൽസ് എന്ന് കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു ഫയൽ ഉണ്ടാക്കാം. ടച്ച് astra.txt തന്നെ ആക്കാം. ഓക്കെ, പെർമിഷൻ ഡിനൈഡ്. ഓക്കെ, കറൻറ്റ് ഡയറക്ടറി തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ജസ്റ്റ് പേര് അങ്ങ് കൊടുത്താൽ മതി. വേറെ ഡയറക്ടറീസിലോട്ടൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഹോം കലി എന്നൊക്കെ കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പാരറ്റിൻ്റെ ഉള്ളിലുള്ളതാണെങ്കിൽ സീനില്ല, നമുക്ക് സാധാ മാതിരി കൊടുത്താൽ മതി. അതല്ല ഞാൻ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗത്തന്നെ അല്ലാത്തതിനാണെങ്കിൽ മാത്രം ഹോം കലി ഡെസ്ക്ടോപ്പ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നാനോ ആസ്ട്ര നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ അല്ലെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലോ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫയൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് TXT ആയിട്ടല്ല ഏതാണെങ്കിലും
നാനോ ഒന്ന് കൊടുക്കുക. നാനോ എന്ന് മീൻസ് ചെയ്യുന്ന ഒരു എഡിറ്ററാണ്, അല്ലാതെ ഒരു ജസ്റ്റ് കമാൻഡ് മാത്രമല്ല, നാനോ ഒരു എഡിറ്ററാണ് നാനോ. അപ്പോൾ നമ്മൾ ആ ഒരു ടൂളിനെ വിളിക്കണം. ആ ഒരു ടൂൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഏത് ടൂളാണെങ്കിലും ഇപ്പോൾ നമുക്ക് ജോൺ ദ റിപ്പർ ആണെങ്കിൽ ജോൺ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ആ ടൂൾ ഇവിടെ റണ്ണായി. അതേപോലെ തന്നെ നാനോ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നാനോ എഡിറ്റർ ഇവിടെ ഓപ്പൺ ആയി. അതേപോലെ നമ്മൾ നാനോ യൂസ് ചെയ്തിട്ട് astra.txt എന്ന ഫയൽ ഇവിടെ നമ്മൾ വിളിക്കുകയാണ്. ഇപ്പോൾ നേരെ മറിച്ച് നമുക്ക് ഫയർഫോഴ്സ് ഇവിടെ റൺ ചെയ്യിപ്പിക്കണമെങ്കിൽ ഫയർഫോഴ്സ് എന്ന് കൊടുത്താൽ മതി. കണ്ടോ, ഫയർഫോഴ്സ് ഇവിടെ ഓപ്പൺ ആയി ഗൈസ്. നമുക്ക് ടെർമിനൽ യൂസ് ചെയ്തിട്ട് യൂട്യൂബിലോട്ടൊക്കെ പോവാം. ഫയർഫോഴ്സ് www.youtube.com കണ്ടോ, യൂട്യൂബിലോട്ട് പോയി. ഓക്കെ, ഇതൊക്കെയാണ് പഠിക്കേണ്ടത് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഇന്നത്തെ കിട്ടുന്ന വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ ഷോർട്ട് കട്ട്സും മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നാനോ വിളിച്ചിട്ട് നമുക്ക് ഞാൻ ക്ലിയർ ചെയ്യാം. നാനോ വിളിച്ചിട്ട് നമുക്ക് ഈ ഒരു astra.txt അതിൽ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ എഡിറ്റ് ചെയ്യേണ്ടത് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുക നാനോ വിളിച്ചിട്ട്. ഓക്കെ, നാനോ അത് കൊടുത്തു. ഓക്കെ, ഈസ് അൺറൈറ്റബിൾ എന്നാണ് കാണിക്കുന്നത്. അത് പെർമിഷൻ്റെ എറർ ആയിരിക്കാം. സുഡോ നാനോ astra.txt പെർമിഷന് അതിൻ്റെ CH മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. ഞാനിപ്പോൾ കവർ ചെയ്യുന്നില്ല. അതായത് നമ്മളെ പെർമിഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് റീഡ് റൈറ്റ് എന്താണെന്നൊക്കെ ആ സമയത്ത് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ഇത് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാം. പ്ലീസ് ലൈക്ക് ദ വീഡിയോ, അങ്ങനെ എന്തുവാണെങ്കിലും കൊടുക്കാം. ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ road to 5K സബ്സ്ക്രൈബേഴ്സ് വരട്ടെ. ഓക്കെ, ഇപ്പോൾ ഇത്ര സെർച്ച് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. കണ്ടോ, ഈ ഒരു സംഭവം മീൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കൺട്രോളാണ്. നമ്മുടെ കീബോർഡിലുള്ള കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. ആ കൺട്രോളെ പ്ലസ് ഇവിടെ കൊടുത്ത ആൽഫബറ്റ്സ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഈ വേർ ഈസ് എന്ന് ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കോപ്പി ആയതാണ്. വേർ ഈസ് മീൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹെൽപ്പ് കൺട്രോൾ നിൽക്കി ഞാനിപ്പോൾ കൺട്രോൾ G നിൽക്കുകയാണ്. കൺട്രോൾ G നിൽക്കിയപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്താണ് ഹെൽപ്പാണ്. നാനോ എഡിറ്ററിൻ്റെ ഹെൽപ്പ്, നാനോ എഡിറ്റർ ഡിസൈൻ ടു എമുലേറ്റ് ഫംഗ്ഷനാലിറ്റി ആൻഡ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇതിന് എക്സിറ്റ് ആവണമെങ്കിൽ ക്യൂ നിൽക്കിയാൽ മതി. ക്യൂ മീൻസ് ക്വിറ്റ്. അപ്പോൾ ഇത് നല്ല ഏതൊരു ടെക്സ്റ്റ് ഫയൽ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിന് എക്സിറ്റ് ആവണമെങ്കിൽ ക്യൂ നിൽക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എക്സിറ്റ് ആവണമെങ്കിൽ കൺട്രോൾ X നമുക്ക് ലാസ്റ്റ് നിൽക്കാം. പിന്നെ സേവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫയൽ സേവ് ചെയ്യണമെങ്കിൽ Ctrl+O, കൺട്രോൾ നെക്കി പിടിച്ചിട്ട് O. അപ്പോൾ നമ്മളോട് ചോദിക്കും ഫയൽ നെയിം മാറ്റണോ അല്ലെങ്കിൽ ഈ തന്നെ മതിയോ. ഫയൽ നെയിം മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫയൽ നെയിം മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ മതിയെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ Ctrl+K നെക്കി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ആ സാധനം മൊത്തം കട്ടായി പോയി. ഇനി പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ Ctrl+U ഉണ്ട്. Ctrl+U നെക്കി അത് പേസ്റ്റ് ആയി. ഓക്കെ, സെറ്റല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിഫൈ ഇതൊക്കെ അലൈൻ്റെ ആ സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ Ctrl+W നെക്കി കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ. ഇപ്പോൾ സബ്സ്ക്രൈബ്, ഇപ്പോൾ വലിയൊരു ഫയലൊക്കെ ആണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും. ഇതിലിപ്പോൾ ആവശ്യമില്ല. Ctrl ഞെക്കിയപ്പോൾ നമുക്ക് അവിടെ എത്തി. കണ്ടോ, എസ്സിൻ്റെ അവിടെ എത്തി. അതിൽ നമ്മളെ കർസർ അവിടെ എത്തി. ഇനി ഒന്നും കൂടി നമുക്ക് കിട്ടണമെങ്കിൽ ഓക്കെ, ഇനി ഒന്നും കൂടി നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഇതിനുമായിട്ട് മാച്ചുള്ള എന്തെങ്കിലും വേർഡ്സ് ആണെങ്കിൽ ഒന്നും കൂടി Ctrl+W നോക്കിയാൽ മതി. ഇപ്പോൾ സബ്സ്ക്രൈബ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ Ctrl+C നോക്കി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആകും. ഓക്കെ, നമുക്ക് ഇവിടെ സബ്സ്ക്രൈബേഴ്സ് നിൽക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ Ctrl+V ആക്കി സബ്സ്ക്രൈബേഴ്സ് നോക്കാം. കാരണം എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ച്. ഇപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടോ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ടെത്തി. ഓക്കെ, ഇനി ഞാൻ Ctrl+V നെക്കി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എത്തും. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഇതിലോട്ടെത്തി. Ctrl+V ആക്കി ചേർത്തി ഇങ്ങോട്ടെത്തി. കണ്ടോ, അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് ഇപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ ഒരു സെയിം റിസൾട്ടിലുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ Ctrl+W നിൽക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ അങ്ങോട്ട് പോയി. ഇനി അടുത്തത് ഇതേപോലെ ഉള്ളതുണ്ടെങ്കിൽ Ctrl+W നിൽക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ അങ്ങോട്ട് എത്തി. ഓക്കെ, ഒരു സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ Ctrl+O നോക്കി സേവ് ചെയ്യാം, ഒരു എൻ്റർ കൊടുക്കാം. പിന്നെ Ctrl+X ആക്കി കഴിഞ്ഞാൽ എക്സിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ജസ്റ്റ് നാനോ -- ഹെൽപ്പ് അടിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങളും കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലാഗായെന്ന് തോന്നുന്നു.
ഓക്കെ, എനിവേ ഈ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ ബൈ. ആക്ട് ഫൈലിൻ്റെ അടുത്ത പാട്ടിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.